ഓണത്തപ്പനില്ലാത്ത ഓണത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയില്ല. ഓണം എത്തും മുൻപേ വിപണിയിൽ ഓണത്തപ്പന്റെ വിൽപ്പന തകൃതിയായാണ് നടക്കുന്നത്. തിരുവോണപ്പുലരിയിൽ മുറ്റങ്ങളെ അണിയിച്ചൊരുക്കുന്നതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തൃക്കാക്കരയപ്പൻ, അതായത് ഓണത്തപ്പൻ. അത്തം മുതൽ തന്നെ ഓണത്തപ്പൻ തൃശൂർ വിപണികളിൽ സജീവമാണ്. ഓണത്തപ്പൻ ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന ദൈവികമാണ് മലയാളിക്ക്. തൃക്കാക്കരയപ്പനെ സങ്കല്പിച്ച് ഓണത്തപ്പനെ മുറ്റത്തും വീട്ടിലും പ്രതിഷ്ഠിച്ച് തിരുവോണത്തെ വരവേൽക്കണം എന്നാണ് സങ്കല്പം. അത്തം മുതൽ തന്നെ ഓണത്തപ്പന്മാർ വിപണിയിൽ എത്തിത്തുടങ്ങും. തിരുവോണം മുതൽ പൂരുരുട്ടാതി വരെയാണ് വീടുകളിൽ ഓണത്തപ്പന്മാർ സ്ഥാനം പിടിക്കുക. കളിമണ്ണിൽ നിർമ്മിക്കുന്ന ഓണത്തപ്പന്റെ പണികൾ 2 മാസം മുന്നേ ആരംഭിക്കും. പല രീതിയിലും പല വലുപ്പത്തിലും ഓണത്തപ്പന്മാരെ ഒരുക്കി വെക്കും. വലുപ്പ കൂടുതലനുസരിച്ച് വിലയിൽ മാറ്റങ്ങളും വരുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് ഉണ്ടാക്കി വെക്കും. പിന്നെ അത് വെളിഞ്ഞിട്ട് 2ാം പ്രാവശ്യം നല്ല രീതിയിൽ ഉണ്ടാക്കി അത് ഉണക്കി അതിനൊരു ചിത്രം വരച്ച് പിന്നെ അതിനുള്ള തുളകളൊക്കെ ഉണ്ടാക്കി പിന്നെ അതിനുള്ള പൂവ് പണിയും കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടു വെക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പൊട്ടി പോകുന്നത് പൊട്ടി പോവും, മഴ കൊള്ളുമ്പോൾ അലിഞ്ഞു പോകുന്നത് അലിഞ്ഞു പോവും. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഇവിടെ എല്ലാവരും കച്ചവടത്തിനായി എത്തിയിട്ടുള്ളത്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി മാവേലി മഞ്ഞനെ വരവേൽക്കാൻ കേരളക്കര ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമറാമാൻ കൃഷ്ണകുമാർ മലയിലിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്.